നമുക്കേ എല്ലാം തെച്ചി കോട്ടണിനകത്ത് വന്നേക്കുന്ന മെറ്റീരിയൽ തയ്ച്ചിടുമ്പം ഭയങ്കര ഭംഗി തോന്നാറുണ്ട് അല്ലേ? വേറൊരാൾ ഇട്ടുകൊണ്ട് പോകുന്ന കാണുമ്പോൾ തെച്ചി കോട്ടായിക്കകത്ത്, അതായത് പ്രത്യേകിച്ച് കോട്ടാനെറ്റിനകത്ത് വരുന്ന ഒരു എംബ്രോയ്ഡറി സ്റ്റൈലാണ് ഈ തെച്ചി കോട്ട വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബ്ലോക്ക് പ്രിൻ്റ്, ഹക്കോബ ഒക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഭംഗിയാണ് കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ മെഷർമെൻറ്റിൽ എക്സാക്റ്റ് ആയിട്ട് തയ്ച്ച് കിട്ടുമ്പോഴാണ് അത് വെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു കംഫോർട്ട് ഒന്നാണ്, അതുപോലെ അതിൻ്റെ സ്റ്റൈലും വേറൊന്നാണ്. അപ്പോൾ അങ്ങനെ വന്നേക്കുന്ന രണ്ട് മെറ്റീരിയലാണ്. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു, നമ്മുടെ നോർമൽ വേയിലേക്ക് നമ്മൾ വരുവാണ്. അപ്പോൾ അതിൽ വന്നേക്കുന്ന ലൈറ്റ് ക്രീമിൽ ബ്ലോക്ക് പ്രിൻറ്റും തെച്ചി നെറ്റ്വർക്കും കൂടെ വന്നേക്കുന്ന ഒരു ഐറ്റമാണ്. ഫസ്റ്റ് വൺ വന്നേക്കുന്ന നല്ലൊരു ബേസ് കളർ എന്ന് പറയുന്ന ക്രീമാണ്. ക്രീമി കളറിനകത്ത് ബോട്ടിൽ ഗ്രീന്, ലീഫി ഗ്രീന്, ബ്ലാക്ക് കളറ്, ഈ മൂന്ന് കളറ് മിക്സ് ചെയ്തുകൊണ്ട് നല്ല ബ്ലോക്ക് പ്രിൻ്റ് കൊടുത്തേക്കുക കേട്ടോ. നല്ല ബ്ലോക്ക് പ്രിൻ്റാണ് ടോപ്പിൽ വന്നേക്കുന്നത്. ഈ ടോപ്പൊക്കെ നമുക്ക് ലെന്ത് ഉണ്ടല്ലോ, ഒരു 47-48 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഞാനിത് നൂർത്ത് എൻ്റെ കയ്യിലിരിക്കുന്നത് നിങ്ങളെ നൂർത്ത് കാണിക്കാമേ. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ബോട്ടം വന്നേക്കുന്നത് ഇപ്പോൾ ഒരു ബോട്ടിൽ ഗ്രീൻ കളറിനകത്താണ് വന്നേക്കുന്നത്. ബോട്ടിൽ ഗ്രീൻ കളറിനകത്ത് ഈ വന്നേക്കുന്നത് നമ്മുടെ സ്ലബ് കോട്ടൺ സിൽക്കിനകത്താണ്. സ്ലബ് കോട്ടൺ സിൽക്കിനകത്ത് 2.5 മീറ്ററാണ് ബോട്ടവും വന്നേക്കുന്നത് കേട്ടോ. 42 ഇഞ്ച് വിട്ടുള്ള ബോട്ടം മെറ്റീരിയലാണ് വന്നേക്കുന്നത്. അതുപോലെ ദുപ്പട്ട നോക്കിയേ, ദുപ്പട്ടയിൽ നല്ല സ്റ്റൈലായിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റും കൊടുത്ത്, അതുപോലെ തന്നെ ലാഡർ ക്രോഷ്യോ വർക്കും കൊടുത്ത് സൈഡിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് ചെറിയ ചെറിയ ഒക്കേഷൻ, ബാപ്റ്റിസം, ഹൗസ് വാമിങ്, ചർച്ച് വെയറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല സ്റ്റൈലായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എങ്ങനെ സ്റ്റൈൽ ചെയ്താലും നമുക്കിതിൻ്റെ നെക്കൊക്കെ നമുക്ക് പാറ്റേൺ ചെയ്യാൻ പറ്റും. കോളർ നെക്ക്, ഹാഫ് കോളർ, വി നെക്ക്, വൈഡ് നെക്ക്, ക്ലോസ് നെക്കൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരുടെ ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ അതറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നേക്കുന്ന ഒരു മെറ്റീരിയലാണിത്. ഇതിൻ്റെ രണ്ട് വശവും, അതായത് ഫ്രണ്ടും ബാക്കും വരുന്നത് ഇങ്ങനെ തന്നെ വന്നേക്കുന്ന വർക്കാണ്. ബ്ലോക്ക് പ്രിൻ്റ് വന്നേക്കുന്നത് ഇങ്ങനത്തെ ഈ ഇപ്പോൾ ഒരു ഫ്ലവർ പാറ്റേൺ, ഒരു പ്ലാന്റിൻ്റെ പാറ്റേണാണ് കൊടുത്തേക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. ഇത് യോക്ക് പോർഷനിൽ വന്നേക്കുന്നതാണ്. ഏകദേശം ഒരു 17 ഇഞ്ചോളം യോക്കിൽ ചെസ്റ്റ് പോർഷന് വരും. കാര്യം നമുക്കൊരു 7 ഇഞ്ച് വരെ, മാക്സിമം 7 to 7.5 വരെ നമ്മുടെ നെക്ക് പോവും. ബാക്കി പോർഷനെ നമുക്ക് യോക്കിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നേക്കുന്ന നല്ല സ്റ്റൈലായിട്ട് വന്നേക്കുന്ന രണ്ട് മെറ്റീരിയൽ, അതായത് ഒരേ കളറിൽ രണ്ട് പാറ്റേണിൽ വന്നേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വന്നേക്കുന്നത്. സെക്കൻഡ് വന്നേക്കുന്ന ഈ സെയിം തന്നെ, അതിൽ വന്നേക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ തെച്ചിയുടെ എംബ്രോയ്ഡറി വർക്ക് മാത്രം പോയേക്കുന്നു. സെക്കൻഡ് വന്നേക്കുന്നുണ്ടല്ലോ നല്ല ഹക്കോബയുടെ ഫാബ്രിക്കാണ്. അതായത് സിൽക്കി കോട്ടാനെറ്റിനകത്ത് രണ്ട് സൈഡും നമുക്ക് വന്നേക്കുന്നത് ഇതുപോലെ ഹക്കോബ അറിയാമല്ലോ, ചെറിയ ഹോള് വന്നിട്ട് അതിൻ്റെ സൈഡിലെല്ലാം നല്ല സട്ടിലായിട്ടുള്ള എംബ്രോയ്ഡറി ചെയ്ത് വന്നേക്കുന്ന, ഫിനിഷ് ചെയ്ത് വന്നേക്കുന്നതാണ്. നോക്കിക്കേ, ഇതിൻ്റെ ലെന്ത് ഒന്ന് നോക്കിക്കേ നിങ്ങൾ. ഒരു 56, ഏകദേശം ഇത് 3 മീറ്ററുള്ള മെറ്റീരിയലാണ് വരുന്നത്. അതുകൊണ്ട് എത്ര വലിയ ആൾക്കാർക്കും ചുരിദാർ ടോപ്പ് തയ്ക്കാൻ ഇത് ഇനഫായിരിക്കും. കാര്യം 50 to 52 ഇഞ്ചിലൊക്കെയാണ് നമുക്ക് മാക്സിമം വലിയ സൈസിൽ വരുന്നത്. സ്ലീവൊക്കെ നമുക്ക് ആ ഒരു ഡിസൈൻ ടച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ സ്ലീവും തയ്ക്കാൻ കിട്ടും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഇങ്ങനെ വരും കേട്ടോ. ബാക്കിലും വന്നേക്കുന്നത് ഇങ്ങനെ സട്ടിലായിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം വന്നേക്കുന്നത് നല്ലതായിട്ടുള്ള സൻഡൂൺ മെറ്റീരിയലാണ്. അതായത് ഇച്ചിരി ക്വാളിറ്റി, ഇപ്പോൾ സൻഡൂൺ മെറ്റീരിയൽ അറിയാമല്ലോ, വളരെ മോശമായിട്ട് വരുന്ന മെറ്റീരിയലാണ് ഈ സൻഡൂൺ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ ഐറ്റം. ഇത് വന്നേക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നേക്കുന്ന സൻഡൂൺ ഫാബ്രിക്കാണ്. കാര്യം ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഈ മെറ്റീരിയലിൻ്റെ അത്രയും ബുദ്ധിമുട്ട് പറയുന്നത് കേട്ടോ. ആ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് പാൻറ്റിന് ഒരിക്കലും ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അതുപോലെ അതിൻ്റെ ദുപ്പട്ട നല്ല സ്റ്റൈലായിട്ട് വന്ന ഒരു ദുപ്പട്ട, ഇതുപോലെ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തേക്കുന്ന പ്രിൻറ്റ് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1790 റേഞ്ചിലാണ് ഈ ഒരു ഐറ്റം വന്നേക്കുന്നത്. 3 മീറ്ററോളം ഉണ്ട് ടോപ്പിൻ്റെ ലെന്ത് വരുന്നത്. ബോട്ടം വരുന്നത് 2.5 മീറ്ററാണ്. ദുപ്പട്ട വരുന്നത് 2.5 മീറ്ററാണ്. അപ്പോൾ ഇത് രണ്ട് ഡിസൈനിൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഒരു ബോട്ടിൽ ഗ്രീനും വരുന്നുണ്ട്, ഒരു പീകോക്ക് ബ്ലൂവും വരുന്നുണ്ട്. വൈറ്റ് ബേസ് ആണ് ടോപ്പ് വരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ പോസ്റ്റ് ഓഫീസ് റോഡിലാണ് നമ്മുടെ ഷോപ്പ്. ബ്ലൂംസ്. മോർണിംഗ് 9 to ഈവനിങ് 8 PM നോർമലി നമ്മുടെ ഷോപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. സൺഡേ ഇല്ല. അല്ലാത്തവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ ഓൺലൈൻ പർച്ചേസിന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക്